ആടാ കേറിക്കോ, തൊന്നിട്ടുണ്ട്. എത്ര നേരം മുട്ട തുറന്നു തന്നു നിങ്ങക്ക്? ഞാൻ തന്നെ കുറെ നേരം കാത്തിരിക്കുന്നത്. പോരാ. ആ വന്നു. ആരാ സോളോ? ആരെങ്കിലും കൊള്ള വിളിച്ചിട്ടുണ്ടായിരുന്നോ നീ? എത്ര നേരം മുട്ട തുറന്നു തന്നൂടാ? പോരാ. എത്ര നേരമാണ് വിളിക്കുന്നത്? നിങ്ങൾക്ക് തുറന്നു തന്നൂടി? പോരാ. ഹായ്. ഹലോ ഗോകു, നീ കിളി വർത്താന്ന് കേട്ടിട്ടുണ്ട്. നമ്മളെ ഇൻട്രോ പോലെ. നമ്മുടെ ഇൻട്രോ പോലെ നമ്മൾ ഇന്ന് കുറച്ച് കിളി വർത്തിയ കുറച്ച് സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മ ഈ സിനിമ പ്രാന്തായിട്ട് നടക്കുന്ന സമയത്ത് നമ്മ കുറച്ച് മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള കുറെ മൂവീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മ ഒരു 5 മൂവീസ് സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് സിനിമകളുണ്ട്. അതിൽ നിന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു 5 മൂവീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് പാർട്ട് 1 ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് മൈൻഡ് ബെൻഡിങ് മൂവീസ് ആയതുകൊണ്ട് ചിലപ്പോ ചെറിയ സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ടാവും. സ്പോയിലർ കാണാൻ താല്പര്യമില്ലാത്തവരാണ് ഈ വീഡിയോ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ വെൽക്കം ടു ആയാം. അപ്പൊ ഗോകു, എന്നത്തെയും പോലെ ആദ്യത്തെ സിനിമ നീ പറഞ്ഞു. ഈ മൈൻഡ് ബെൻഡിങ് സിനിമകൾ സെലക്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ വന്നൊരു ലിയനാർഡോ ഡികാപ്രിയോയുടെ ഒരു സിനിമയായിരുന്നു ഇത്, ഷട്ടർ ഐലൻഡ് എന്ന് പറഞ്ഞ 2010 ഇറങ്ങിയ നമ്മളെ മാർട്ടിൻ സ്കോർസെസിന്റെ സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ നേരത്തെ ഒരു സാധാരണ ഒരു ഡിറ്റക്റ്റീവ് മൂവി പോലെയാണ് തുടങ്ങിയത്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് സിനിമ. ഒരു ഡിറ്റക്റ്റീവ് മൂവി പോലെ സിമ്പിൾ ആയിട്ട് തുടങ്ങി ഒരു കേസ് അന്വേഷണമായിട്ട് ഒരു മിസ്സിംഗ് ലേഡിയെ അന്വേഷിച്ച ഒരു ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് ഇവര്. ഒരു ഭ്രാന്താശുപത്രി പോലത്തെ സംഭവത്തിലോട്ട് ഇവര് തന്നെയാണ് ഷട്ടർ ഐലൻഡിലോട്ട്. അപ്പൊ ഇവര് വരാൻ നേരത്തെ അവിടുന്ന് സ്റ്റോറി തുടങ്ങുന്നത്. ഞാനപ്പോ ഇത് കണ്ടപ്പോ വിചാരിച്ച് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിന്റെ ഇടയിലുള്ള ക്രൈം അങ്ങനത്തെ ഒക്കെ ഒരു കേസായിട്ട്. പക്ഷെ അതല്ല, കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ സിനിമയുടെ ആ ഒരു റൂട്ടങ്ങ് മാറിയിട്ട് നമ്മൾ ഈ തലക്കൈ വെച്ച് പോകുന്ന പറഞ്ഞില്ലേ, എന്താണ് സംഭവം? കുറച്ചേരം കഴിഞ്ഞപ്പില്ലേ ഫസ്റ്റ് ഹാഫ് ആയപ്പോ തന്നെ തലേ കൈ വെച്ചിട്ട് എന്താണ് ഇതൊന്നും മനസ്സിലാവുള്ളതിലോ ഒന്നും രീതിയിൽ പറയണ്ടേ, അങ്ങനത്തെ രീതിയിലായി മാറി സിനിമ. ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് ഭ്രാന്തായി സിനിമ കണ്ടിട്ട്. പക്ഷെ ക്ലൈമാക്സ് ആയപ്പോൾ നമുക്കിത് മനസ്സിലായത് എന്താ ആ സംഭവം. അതിനൊരു കോട്ടുണ്ട് സിനിമക്ക് മൊത്തമായിട്ട് പറയാനായിട്ട് ഒറ്റൊരു വരിയിൽ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വെച്ചാൽ നമ്മ ഇത്ര നാള് നമ്മ ആരാണെന്ന് വിചാരിച്ചിരുന്നു, അതെല്ലാം നുണയാണെന്നുള്ളത് അതാണ് ഈ സിനിമ. അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ഇനിയും പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഓൾറെഡി ഈ പറഞ്ഞ കോട്ടിൽ തന്നെ സ്പോയിലർ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അടുത്ത സിനിമ ഏതാണ് സോറോ? എന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്, ഈ സിനിമകളൊക്കെ നമ്മൾ ഈ കിളി പറത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങണത് ഈ സിനിമയാണ് തുടങ്ങുന്നത്. ട്രയാങ്കിൾ 2009 ക്രിസ്റ്റഫർ സ്മിത്തിന്റെ പടം. പുള്ളിയുടെ വേറെ സിനിമകൾ അങ്ങനെ ഇല്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ പേര് നോക്കി വെച്ചതാണ്. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇപ്പൊ സിനിമയെ കുറിച്ച് എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയിരുന്നു. സോ സ്പോയിലേഴ്സ് ഉണ്ടാവും, അത് പ്രതീക്ഷിച്ച് നിങ്ങൾ കേൾക്കുക. ഒരു പെണ്ണ്, ജസ് എന്നാണ് അവളുടെ പേര്, ജസ്സോ ജെസ്സിയോ അങ്ങനെ എന്തോ പേര്. അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഒരു ക്രൂസിൽ, ഒരു ഷിപ്പില് അവരൊരു എന്താ പറയാ ഒരു ടൂറ് പോലെ ചെറിയ സ്ഥലത്തേക്ക് അവർ പോവാണ്. ഇവർ പോണ സമയത്ത് അവർ ആ ബോട്ട് ഒരു സ്റ്റോമിൽ പെടും. ഒരു ചുഴിയില് കടലുണ്ടാവില്ല, ആ സ്റ്റോമിൽ പെട്ടിട്ട് അവിടെ വെച്ചിട്ട് ആക്സിഡന്റ് ആയിട്ട് അവരെല്ലാരും കൂടി എയിലിസ് എന്ന് പറയുന്ന ഷിപ്പ്, ഒരു ക്രൂ, അത് അബാൻഡൻ ഷിപ്പാണ്. ആ ഷിപ്പിനുള്ളിലേക്ക് ഇവർ പോകുന്നത്. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ കഴിയും ഓക്കെ എന്തൊരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് പടം എന്നുള്ള മോഡായിരിക്കും. അതിനുള്ളിലേക്ക് ഇവർ ചെന്ന് പെടണതും അവിടെ വെച്ചിട്ടൊരു മാസ്ക് ഇട്ട ഒരാള് ഇവരെല്ലാരെയും ഹണ്ട് ചെയ്യണതാണ് സിനിമ തുടങ്ങി വെക്കണം. ഞാൻ കഴിഞ്ഞ ഓക്കെ സെറ്റാണ്. ഇനി ഞാനൊരു സാധനം പറയാം. ഈ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ അവസാനം ഈ ജസ് എന്ന് പറയുന്ന ക്യാരക്ടർ ധൈര്യം സംഭരിച്ച് കണ്ടുപിടിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് അവള് തന്നെയാണ്. എങ്ങനെയുണ്ടാവും? എന്നിട്ട് സ്പോയിലർ അല്ല, ഇതാണ് മെയിൻ സ്റ്റോറി. ഇതായിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് മനസ്സിലാവും. ഇതാണ് തുടക്കം. ഇവിടെ ഇനി അടുത്തത് ഒരു ടൈം ലൂപ്പ് പോലെ, ഒരു ലൂപ്പിൽ പെട്ട ഒരാളുടെ കഥ. അതാണ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രയാങ്കിൾ അത് തന്നെയാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു പഴയ ഒരു ഗ്രീക്ക് സ്റ്റോറി ഉണ്ട്, മറ്റേ കല്ലുരുട്ടി മോളിലേക്ക് സിസിഫസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉരുട്ടി ഇറക്കുന്ന നാരായണത്തെ അതുപോലെ ഒരു സ്റ്റോറിയുണ്ട്.
ലൂപ്പിൽ പെട്ടുപോകുന്ന ഒരു സ്ത്രീയുടെ ഒരു കഥ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. കണ്ടു നോക്കുക, കിളി പറക്കും എന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നല്ല രീതിയിൽ കിളി പറക്കും. അടുത്ത സിനിമ, അടുത്തത് ഈ അർണോസ്കിയുടെ സിനിമയാണ്. അത് നമ്മളെ 2017 ഇറങ്ങിയ മദർ എന്നുള്ള സിനിമയാണ്. അത് വെച്ചാ ഞാനൊരു 2 തവണ അടുപ്പിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ഒന്നും മനസ്സിലാവാതെ 2 തവണ അടുപ്പിച്ച് കണ്ടതിന് ശേഷമാണ് സിനിമ എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല. അതിനുശേഷം ഞാൻ ഒരു കോട്ട് വായിച്ച് നമ്മൾ ഇത് സംസാരിക്കുമല്ലോ ആൾക്കാരുടെ ഇത് എന്താണ് സിനിമ എന്നുള്ള രീതിയിൽ ആൾക്കാരെ ഡിസ്കസ് ചെയ്യുമല്ലോ. ആ ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് ഒരാൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അതിനുശേഷം ഞാൻ 3ാമത്തെ സിനിമ കണ്ടപ്പോഴാണ് സിനിമ മൊത്തം സ്റ്റോറി എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിച്ചൊരു കെയോസ് എന്ന് പറയില്ലേ, സിനിമ മൊത്തം കെയോസ് ആണ്. ജെന്നിഫർ ലോറൻസ് ഒക്കെ എന്ത് രസമായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ഞാൻ കണ്ടപ്പോൾ മൊത്തം കേസ് എന്താ സംഭവിക്കുന്നത്. ഇങ്ങനെ കുറെ പേര് ഗസ്റ്റ് ഒരു ഫസ്റ്റ് സിനിമ തുടങ്ങുന്നത് ഒരു ഫാമിലി സിനിമ പോലെ, ഒരു ഭാര്യയും ഭർത്താവ് ഭാര്യ ഉറക്കത്തിൽ നിന്നിരിക്കണം. അവിടുന്ന് ആ സിനിമ തുടങ്ങുന്നത് ഭർത്താവ് പുറത്ത് കയറുന്നു, അപ്പൊ അകത്തോട്ട് വരാൻ അങ്ങനത്തെ ഒരു ലവ് സീനും കാര്യങ്ങളൊക്കെ നല്ല ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. പക്ഷെ ഇതിന് കൊടുത്ത ഹൊറർ മൂവി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതില്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ് സംഭവം. പിന്നെ സിനിമ ഇത് കെയോസ് ആയി. ഇത് ഗസ്റ്റുകൾ ഗസ്റ്റുകൾ കുറെ വരുന്നുണ്ട്, ഒരിക്കലും കൊച്ചു ഇരിക്കുന്നുണ്ട്, അങ്ങനെ പല പല സംഭവങ്ങൾ എന്നിട്ട് ഇങ്ങനെ പല പല കെയോസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പൊ ഈ സിനിമ നിങ്ങൾ കാണണമെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടാൽ മതി. മദർ എർത്ത് ആൻഡ് ഗോഡ്, ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് സിനിമ എന്തിനൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ സിനിമ ഒന്നും മനസ്സിലാവില്ല. കാണുന്നു ഉദ്ദേശിച്ചത് കുറച്ചെങ്കിലും ആ സിനിമ കണ്ട് മനസ്സിലാവും. കോട്ട് പറയുമ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു ഈ ഒരു കോട്ട് മനസ്സിൽ വെക്കാം, മദർ എർത്ത് ഗോഡ്, ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് ഈ സിനിമ കാണാം. മൈൻഡ് ബെൻഡിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. അതല്ല ഭയങ്കര കംപ്ലീറ്റ് വിയേർഡാണ്. ഒരു ഒറ്റൊരു വീട്ടിൽ നടക്കുന്ന സംഭവം, ഒരു വീടിന്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ ആ വീടും പരിസരങ്ങളും ഈ വരുന്ന ആൾക്കാർ ഗസ്റ്റ് ആരാണ് ഇവര് എല്ലാരെയും പറ്റി നിങ്ങൾ അറിയുമ്പോ നിങ്ങൾ തന്നെ വിചാരിക്കും അവസരം ഇത് അറിഞ്ഞല്ലോ. മൊത്തം സിനിമ എന്താ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തലക്കൈ വെച്ചു. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണ് ഇത്. സിമ്പിൾ സിനിമ ഭയങ്കര സിമ്പിൾ ആയിട്ട് സിനിമ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ലേയേഴ്സ് ഉള്ള സിനിമയായിരിക്കും. അങ്ങനെയല്ല, ഭയങ്കര ലേയേഴ്സ് ഉള്ള സിനിമയാണ്. പക്ഷെ സിനിമ അവസാനം വന്ന് എന്ത് ചെയ്യണം, സിനിമ മൊത്തം എന്താന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സിമ്പിൾ ആണ് സിനിമ. അങ്ങനെയല്ല, ശരിക്കും അവര് ഉദ്ദേശിക്കുന്ന സാധനം സിമ്പിളാണ്. സിമ്പിളല്ല, അവർ ഉദ്ദേശിക്കുന്ന സാധനം വേറെ ലെവൽ സാധനം. നമുക്കിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അവര് പ്രത്യക്ഷത്തിൽ ചെയ്തേക്കുന്ന എല്ലാം നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവര് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കൺവിൻസ് അതിൽ കാണിച്ചു പോകുന്നു. ഇപ്പൊ വരുന്ന ആൾക്കാരാണെങ്കിലും അത് അവരെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ അവരുടെ ഇടയിൽ നടക്കുന്ന കേസ് ആണെങ്കിലും നമുക്കത് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചാലേ ഈ സ്റ്റോറി മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ സ്റ്റോറി പറയാനായിട്ടുള്ളതാണ് അവർ നോക്കുന്നത്. പക്ഷെ അത് അവര് ഓരോ ക്യാരക്ടറിനും ഓരോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് സംസാരിക്കൂലേ, അത് ഭയങ്കര കേട്ടിരിക്കുക. നമുക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യണത്, എന്താണ് ഇതാക്കുന്നത്. പക്ഷെ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഉണ്ട്. നമുക്കത് മനസ്സിലാവില്ല. എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഓർത്തിട്ട് സിനിമ കാണാം. അതാണ് എന്റെ 2ാമത്തെ സിനിമ. സോറോട് എന്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞിട്ടില്ല, ഈ ട്രയാങ്കിളൊക്കെ കണ്ട് കിളി പറഞ്ഞിരിക്കുന്ന സമയത്ത് ലൂപ്പ് സിനിമകൾ കാണണം, ടൈം ലൂപ്പ് സിനിമകൾ കാണണം ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ തെരഞ്ഞു പിടിച്ച് കാണാന്നുള്ളൊരു മോഡായിരുന്നു. അങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയ ഒരു സിനിമ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് 2014 ഇറങ്ങിയ പ്രീഡെസ്റ്റിനേഷൻ. ഏതിനൊക്കെയാണ് നായകനെ അഭിനയിച്ചത്. ഒരു സിമ്പിൾ കഥയാണ്. ഒരു ടൈം ട്രാവൽ ഏജന്റ്, അയാള് ഫ്യൂച്ചറിൽ പാസ്റ്റിലേക്ക് നടക്കുന്ന ഒരു ക്രൈം അയാൾ സോൾവ് ചെയ്യും. അങ്ങനെ അയാൾ തടയും. അതാണ് അവരുടെ ജോലി. അതാണ് അങ്ങനെ ഈ ടൈം ട്രാവൽ ഏജന്റ് ഒരു സിസിലർ ബോംബർ എന്ന് പറഞ്ഞൊരു ബോംബർ തടയാൻ വേണ്ടി വരുന്നതും അവിടെ വെച്ചിട്ട് ഇയാളൊരു ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്നതും ആ ക്യാരക്ടറും ഇയാൾ തമ്മിലുള്ള ലിങ്കും ഇവര് തമ്മിലുള്ള സ്റ്റോറി കണക്ഷൻ, ഇവരെ പാസ്റ്റ് പ്രസന്റ് ആ കണക്ഷനും ആണ് സിനിമ. ഒരു ചെറിയ ടൈം ലൂപ്പാണ് പറയുന്നത്. മൊത്തത്തിൽ ഇതൊരു പാരഡോക്സിക്കൽ സിനിമ എന്ന് പറയാം. കാരണം പാരഡോക്സ് എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കലി മാത്രമേ ശരിയാവുന്ന ഒരു സാധനം. ഇപ്പൊ ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്ന് പറയില്ല, അതാണ് ഇതിന്റെ ബേസിക് കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 2025 ഞാനൊരു ടൈം ട്രാവലിന്റെ ബുക്ക് എന്റെ ഉണ്ട്. എനിക്കത് എവിടെ നിന്ന് കിട്ടി, എനിക്ക് എന്റെ ഉണ്ട് ആ ബുക്ക്. ആ ബുക്ക് ഞാൻ 1980 നിനക്ക് ഗുണം തരണേ. നീ അത് കണ്ടിട്ട് ഒരു ടൈം മെഷീൻ ഉണ്ടാക്കിയിട്ട് നീ ടൈം ട്രാവൽ ചെയ്ത് 2025 വരണം. അപ്പൊ അവിടെ വെച്ചിട്ട് എനിക്ക് ഈ ബുക്ക് വീണ്ടും എനിക്ക് തരണം. മനസ്സിലായോ? ഈ ബുക്കിന് ഒരു ഒറിജിൻ ഇല്ല. ഈ ബുക്ക് എവിടെ നിന്ന് വന്ന് ആരുണ്ടാക്കി എന്നുള്ള ഒരു ഒറിജിൻ ഇല്ല. ഞാനാണ് നിനക്ക് ഗുണം തന്നത്, അതുകൊണ്ടാണ് നീ കണ്ടുപിടിച്ച് ഇതാക്കിയത്. ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ സിനിമ. അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് കോർ ഐഡിയ. പ്രീഡെസ്റ്റിനേഷനെ കുറിച്ച് എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോകും.
സിനിമ മസ്റ്റ് വാച്ച് ആണ്. കണ്ട് ആസ്വദിക്കുക, കിളി പറത്തുക, അത്രേ ഉള്ളൂ. അടുത്ത സിനിമ നമ്മ രണ്ടുപേരും കൂടി ചൂസ് ചെയ്ത ഒരു സിനിമ. ഈ സിനിമയെ കുറിച്ച് നമ്മ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. നിങ്ങൾ കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മ പറയുന്നത് നിങ്ങൾ കാണുന്നത് വ്യത്യാസം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ച് നമ്മ പറയാമോ? നിങ്ങളൊരു 7 വട്ടം ഈ സിനിമ കണ്ടാലും 7 പ്രാവശ്യം നിങ്ങൾക്ക് 7 സിനിമകളായിരിക്കും കിട്ടുന്നത്, ഉറപ്പാണ്. ഞാൻ എങ്ങനെ വന്നാലും ഒരു ദിവസം ഒരു 3 പ്രാവശ്യം ഗുളിക കഴിക്കുന്ന പോലെ കണ്ടിട്ടുണ്ട് ഈ സിനിമ. എന്നിട്ടും ഇപ്പോഴും എനിക്ക് ആ സിനിമയുടെ പൂർണ്ണമായ ഒരു അർത്ഥം എനിക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സിനിമയുടെ പേര് മൽഹോലാൻഡ് ഡ്രൈവ്. 2001 ഇറങ്ങിയ മൈൻഡ് ബെൻഡിങ് സിനിമകളുടെ ബാബ് എന്ന് പറയാൻ പറ്റുന്ന സിനിമ. അതെ, അങ്ങനെ തന്നെ പറയണം. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടറായ ഡേവിഡ് ലിഞ്ചിന്റെ. പുള്ളി കഴിഞ്ഞ മുന്നത്തെ മാസമാണ് മരിച്ചത്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. സർറിയലിസം എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ സിനിമയിലൂടെ. അത്രയും കിടിലം പാടാണ് മൽഹോലാൻഡ് ഡ്രൈവ്. ഇതിൽ കുറെ സംഭവങ്ങൾ വെച്ചാല് നമുക്കൊരു സ്റ്റോറി കാണിച്ചു തരും. പിന്നെ വന്നിട്ട് ആ സ്റ്റോറിന്റെ ബേസ് ചെയ്തിട്ട് വേറെ സ്റ്റോറി കാണിച്ചു തരും. ലെസ്ബിയൻസിന്റെ അതുപോലെ തന്നെ അങ്ങനെ പല സ്റ്റോറീസ് ഒരു രീതിയിൽ പല ഇതായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നെയുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാണിക്കുന്നത്. ഇടയ്ക്ക് വെച്ച സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകും. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ സ്റ്റോറി പോലെ നമുക്കൊരു ഒറ്റ ഇതിൽ പറയാം. ഫസ്റ്റ് ഹാഫ് വരെ. കാരണം ഒരു റീത്ത എന്ന് പറഞ്ഞ ഒരു ആള് ഒരു കാർ ആക്സിഡന്റിൽ പെടും. അവൾ ഒരു സ്ഥലത്ത് പോയി പെട്ടിട്ട് അവിടെ വെച്ച് ബെച്ചി എന്ന് പറഞ്ഞ നവംബർ വാട്സ് ആണ് അത് അഭിനയിച്ചത്. ഇവർ രണ്ടുപേരും ഇവൾക്ക് എന്ത് ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ച് പോകുന്നതാണ് സിനിമ. ഒരു ഫസ്റ്റ് ഹാഫ് വരെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് എന്താണ് സിനിമ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറഞ്ഞാല്. എന്തൊക്കെയോ സംഭവിച്ചു. ഇതൊരു അതെ കെയോസ് എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ തന്നെ ചെക്കലാവ് ഭയങ്കര കെയോസ്. സംഭവം സിമ്പിൾ ആയിട്ട് കാണിച്ചിരുന്നു, പക്ഷെ കെയോസ് ആയിട്ടാണ് നമുക്ക് കാണിച്ചിരുന്നത്. നമുക്ക് പെട്ടെന്നല്ല പിടിതരാത്ത രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഓരോ ഘട്ടങ്ങളായിട്ട് കാണിച്ച് ഇതിന്റെ ആക്ടിങ്, എല്ലാരും ആക്ടിങ് നമുക്ക് ആക്ട് ചെയ്ത് കാണിക്കുന്ന സീൻ. ആ ഓപ്പോസിറ്റ് ആയിട്ട് അഭിനയിക്കുന്ന വലിയ നടനാണ് ആ സിനിമയിൽ. പുള്ളി ക്യാരക്ടർ വലിയൊരു നടനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ, പ്രായമായിട്ടുള്ള പുള്ളി ഇറങ്ങി എന്താണ് സംഭവിക്കണമെന്ന് പുള്ളി ക്ലിക്കായിട്ട് സീനുണ്ട്. നമ്മ എന്താ പറയാ, ഇപ്പൊ മേക്കിങ്ങിലാണെങ്കിലും ശരി, സ്റ്റോറി ആണെങ്കിലും ശരി, നമ്മളെ കിളി പറിച്ചൊരു സിനിമ. ഇതുപോലെ കിളി പറിച്ചൊരു സിനിമ ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും നമ്മൾ അത്രയും കിളി പറിച്ചിട്ടില്ല. അത്രയും ഗംഭീര സിനിമയാണ്. അപ്പൊ ഈ ഒരു സിനിമയോട് കൂടി ഞങ്ങള് 5 സിനിമകൾ പറഞ്ഞു. 5 സിനിമകൾ കൂടി ഞങ്ങൾ ഇപ്പൊ പാർട്ട് 1 നിർത്തുകയാണ്. അപ്പൊ പാർട്ട് 2 വേണം എന്നാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.